ഏതെങ്കിലും വിഷയം കേസെടുത്ത് അന്വേഷിക്കണം എന്ന ശുപാർശ ജസ്റ്റിസ് ഹേമയുടെ കമ്മിറ്റി വെച്ചിട്ടില്ല. അതിനപ്പുറം മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന ആവശ്യം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷത്തിലധികമായിട്ടുള്ള വിജയകരമായ അടയിരിപ്പിന് ശേഷം സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന മുട്ട അതിനെ വിരിയിച്ച് കുഞ്ഞു പുറത്തു വന്നിരിക്കുകയാണ്. കുഞ്ഞു പുറത്തു വന്നപ്പോഴാണ് അറിയുന്നത് അത് കോഴിയുടെ കുഞ്ഞല്ല, കുയിലിൻ്റെ കുഞ്ഞാണെന്ന്. കാരണം ഇരയ്ക്കോ വേട്ടക്കാരനോ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എതിരെ കേസെടുക്കണമെങ്കിൽ ഇര പുതുതായി പരാതി കൊടുക്കണമത്രേ. 15 സെക്കൻഡിലധികം ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ അതിന് കേസെടുക്കാമെന്ന് പണ്ട് പറഞ്ഞ സിംഗുമാരുള്ള കേരളമാണിത്. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യ 3 ദിവസങ്ങളിൽ തന്നെ വന്ന നടിമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഈ 15 അംഗ പവർ കമ്മിറ്റിയിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നടിയെ ആക്രമിച്ച നടനും ബിഗ് ഏട്ടനും ഇക്കായും കോയയും സുധീഷും കമ്പിളിപ്പുറത്ത് മുകേഷും ശ്രീഗണേശനും ഹരിഹരനും ഉൾപ്പെടെയുള്ള ചില സംവിധായകരും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ പുറത്തു വന്ന പേരുകൾ പ്രതികരിച്ചവരുടെ അഭിപ്രായം മാത്രമാണ്, എൻ്റെ അഭിപ്രായമല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ 15 അംഗ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.